എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 83ഉം 84ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഭഗവാൻ ബലരാമൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് തീരത്ത് നിൽക്കുന്ന കടമ്പ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. നമുക്ക് ആദ്യം 83ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. കദംബശാഖായമുനോരഗസ്യ വിശോഷ്മണാമർമരിതാപി കാമം ആരോഹതഃ പങ്കജലോചനസ്യ പാദത്വിഷാ പല്ലവിദേവരേജേ. ഈ ഒരു ശ്ലോകം ശരിക്കും മേൽപ്പത്തൂര് കടം കൊണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മേൽപ്പത്തൂരും കടമ്പ വൃക്ഷത്തിലേക്ക് കയറി പോകുന്ന ഉണ്ണികൃഷ്ണനെ പറ്റിയിട്ടും ഭഗവാന്റെ കാലിനെ പറ്റിയിട്ടും ഒക്കെ വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിൽ ആദ്യം പദച്ഛേദം നോക്കാം. കദംബശാഖ യമുനോരഗസ്യ വിശോഷ്മണ മർമരിത അഭി കാമം ആരോഹത പങ്കജലോചനസ്യ പാദത്വിഷ പല്ലവിത ഇവ രേജേ. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. ആദ്യത്തെ വരിയിൽ മർമരിതാബി എന്നും രണ്ടാമത്തേതിൽ പല്ലവിദേവ എന്നും. ഇവിടെ എന്താണ് പറയണത്? കടമ്പ വൃക്ഷത്തിലേക്ക് കയറി പോവാൻ അതിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പതുക്കെ കയറാൻ തുടങ്ങി എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടോ ആ കടമ്പ വൃക്ഷത്തിൻ്റെ ഒരു അവസ്ഥ പറയാണ്. യമുനോരഗസ്യ വിശോഷ്മണ. യമുനോരകം എന്ന സമസ്ത പദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ കാളിയനെ പറ്റി മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. യമുനയിലെ ഉരകം, യമുനയിൽ വർത്തിക്കുന്നവനായിട്ടുള്ള ഉരകം. യമുനസ്ഥിതസ്യ ഉരഗസ്യ, അതാണ് യമുനോരഗസ്യ. മധ്യമബദലോപി സമാസാണ്. യമുനയിൽ വസിക്കുന്നവനായിട്ടുള്ള ആ ഉരകത്തിൻ്റെ, കാളിയൻ്റെ വിശോഷ്മണ, കടുത്ത വിഷം കൊണ്ട്, വിഷത്തിൻ്റെ കാറ്റേറ്റ്, വിഷത്തിൻ്റെ ചൂട് കാറ്റേറ്റിട്ട് കദംബശാഖ കാമം മർമരിത അഭി, കടമ്പിൻ്റെ കൊമ്പ്, കദംബശാഖ വലിയ തടി താഴെന്ന് വളർന്നു വന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ശാഖോപശാഖകളായിട്ട് അങ്ങനെയാണല്ലോ മരം നിൽക്കുക. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ കരുവാളിച്ചൊക്കെ പോയിട്ടുണ്ട്. കാമം മർമരിതാം, കാമം എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം, അങ്ങേയറ്റം എന്നുള്ള അർത്ഥത്തിലാണ്. കാമം എന്നുള്ളൊരു പദവും വളരെ അർത്ഥങ്ങളൊക്കെയുള്ള നാനാർത്ഥകമായിട്ടുള്ളൊരു പദമാണ്. കാമം എന്ന് വെച്ചാൽ അങ്ങേയറ്റം, വളരെയധികം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയണത്. അപ്പോൾ ആ കടമ്പിൻ്റെ ശാഖ വളരെയധികം മർമരിത. മർമരിത എന്ന് പറയുമ്പോൾ ശുഷ്കപത്രങ്ങൾ, ഉണങ്ങിയ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരേണ ശബ്ദം മാത്രമേ ഉള്ളൂ. അതായത് പച്ചയിലകൾ ഉണ്ടാവുമ്പോൾ, പച്ച കൊമ്പുകളും തളിരും ഒക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ശബ്ദമൊന്നും കേൾക്കില്ല. ഉണങ്ങിയ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഉലച്ചിൽ കാറ്റിൽ കേൾക്കാൻ പറ്റും. അതുപോലെ ഈ കടമ്പിൽ നിറച്ചുണങ്ങിയ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ശബ്ദം മാത്രമേ, കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ശബ്ദം മാത്രമേ കേട്ടിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ കടമ്പ് വൃക്ഷം ഉണങ്ങി ശുഷ്കിച്ച് നിൽക്കുകയായിരുന്നു എങ്കിൽ കൂടി, അതാണ് മർമരിത അഭി. അപ്പം എന്തോ ഒരു വിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉണങ്ങി വരണ്ടാണ് നിൽക്കണതെങ്കിലും എങ്ങനെയോ അതിൽ പച്ചപ്പുണ്ടായതുപോലെ തോന്നി. അതാണ് മൂന്നാമത്തെയും 4ാമത്തെയും വരിയിൽ പറയണത്. പങ്കജലോചനസ്യ ആരോഹത പങ്കജലോചനസ്യ പാദത്വിഷ പല്ലവിത ഇവ രേജേ. 2ഉം 3ഉം വരിയും ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ അതതിൻ്റെ അന്വയാണ്. ആരോഹത പങ്കജലോചനസ്യ, മരത്തിലേക്ക് കയറിപ്പോകുന്ന പങ്കജലോചനൻ്റെ, അതായത് ആരോഹണം ചെയ്യുന്ന പങ്കജലോചനൻ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ കാലുകൾ കൊണ്ട്, കാലുകളുടെ തിളക്കം കൊണ്ട്, അതായത് പാദത്വിഷ, പാദത്വിട്ട് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ശോഭ, പാദത്വിഷ കാലിൻ്റെ ശോഭ കൊണ്ട്, മരത്തിലേക്ക് കയറി പോകുന്ന ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളുടെ ശോഭ കൊണ്ട് ആ മരം ഏതുപോലെ തോന്നി? പല്ലവിത ഇവരേജേ, അതിൽ നിറയെ തളിരുകൾ വന്നുവോ, പല്ലവങ്ങൾ വന്നുവോ എന്ന് തോന്നിപ്പോയി. ഉത്പ്രേക്ഷാലങ്കാരം. അപ്പോൾ കാല് വയ്ക്കുന്നതിൻ്റെ പ്രത്യേകത, തളിരുകൾ വരുന്നതിൻ്റെ പ്രത്യേകത. മേൽപ്പത്തൂര് ഈ ആശയം തന്നെ കടമെടുത്തിട്ടാണ് പറയണത്. നവപല്ലവ തുല്യമനോജ്ഞരുച എന്ന് ഭഗവാന്റെ കാലിനെ പറ്റിയിട്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ വിടർന്നു നിൽക്കുന്നതായ അല്ലെങ്കിൽ വിടർന്നു വരുന്നതായ പല്ലവങ്ങൾ പോലെ, തളിരു പോലെയുള്ളതായ ചുവന്ന കാൽത്താരുകൾ കൊണ്ട് അങ്ങനെയാണ് ഭഗവാൻ കയറിപ്പോയത്. ഇവിടെ നിന്നായിരിക്കണം ആ ആശയം കിട്ടിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പാദത്വിഷ, ഭഗവാനെ അങ്ങയുടെ ആ കാലിൻ്റെ സൗന്ദര്യം കൊണ്ട്, ശോഭ കൊണ്ട്
പല്ലവിത ഇവ, ആ കടമ്പ് വൃക്ഷം അല്ലെങ്കിൽ അതിലെ ശാഖകള്, കദംബശാഖ പല്ലവിത ഇവ, പല്ലവം വളർന്നതുപോലെ തോന്നിപ്പോയി. ഭഗവാന്റെ കാലുകൾ മാത്രമല്ല, കണ്ണ് മുതൽ ഇങ്ങടൊക്കെ പങ്കജമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ പൂക്കളൊക്കെ മേലാസകലം, കയ്യ കാല കണ്ണ് എല്ലാം താമര പോലെയാണ്, താമരയാണല്ലോ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ താമരയുടെ പരാമർശമുണ്ട്. ഭഗവാന്റെ കണ്ണായാലും കയ്യായാലും വായയായാലും ഒക്കെ താമരകളാണ്. അങ്ങനെയുള്ള ഭഗവാൻ കയറി പോകുമ്പോൾ ആ മരത്തിലൊരു തളിരുണ്ടാവാതിരിക്കുമോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കണേ. പാദത്വിഷ പല്ലവിദേവരേജേ, പാദത്തിൻ്റെ കാന്തി കൊണ്ട് ആ മരത്തിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ശാഖയ്ക്ക് തളിര് വന്നതായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഉണങ്ങി നിൽക്കുന്നതന്നെയാണ്. മരം അവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, തളിരുകളൊന്നും കാണാനില്ല, എല്ലാം ഉൾവലിഞ്ഞു. ഈ വിഷക്കാറ്റ് കൊണ്ട്, കാളിയൻ്റെ അസഹ്യമായിട്ടുള്ള വിഷത്തിൻ്റെ ശക്തി കൊണ്ട് മരം ഉണങ്ങി നിൽക്കുകയായിരുന്നു. ഇലകളും അതിൻ്റെ കൊമ്പുകളും ഒക്കെ ഉണങ്ങിയിട്ട് അതിൻ്റെ ഒരു കരകര ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭഗവാൻ കയറിയപ്പോൾ അവിടെ നിറയെ തളിര് വരുന്നതായിട്ട് തോന്നി. ഭാവിയിൽ തളിര് തന്നെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാരംഭം കുറിക്കലാണ് ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് നടത്തിയത്. ആ കാലുകൊണ്ട് തന്നെയാണ് കാളിയനെ മർദ്ദിച്ചതും. അപ്പോൾ പല്ലവം പോലെയുള്ള കാലുകൊണ്ട് മർദ്ദിക്കുമ്പോൾ എത്ര വേദനിക്കോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ശക്തമായിട്ടുള്ള മർദ്ദനമാണ്, അഹങ്കാരത്തിനാണ് ചവിട്ട് കിട്ടുന്നത്. കാളിയനെ വേദനിപ്പിക്കണം എന്നല്ല, കാളിയൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ മുഴുവൻ ദ്രോഹിക്കാനുള്ളതായിട്ടുള്ള മനസ്സാണ് മാറേണ്ടത്. അതിനുള്ള ശിക്ഷയാണ് ഭഗവാൻ കൊടുക്കുന്നത്. നമുക്ക് 84-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. മഹീയസസ്തസ്യ മഹീരുഹസ്യ ശിരസ്സമാരുഹ്യ ഹരിസലീലം നിപീഡ്യ പാദാഗ്രയുഗേന ശാഖാം തതസ്സ വേഗേന ഖമുത്പപാത. ഈ ശ്ലോകത്തിലെ 3-ാമത്തെ വരിയിൽ നിപീഡ്യ ശാഖാഗ്രയുഗേന ശാഖാം എന്ന് പറയുന്നുണ്ട്. അവിടെ ശാഖാഗ്രയുഗേന എന്നുള്ളത് തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള പാഠം ഇതിൽ വന്നിരിക്കുന്നതാണ്. ശരിക്കും പാദാഗ്രയുഗേന എന്ന് പറഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ. വ്യാഖ്യാനത്തിൽ പാദാഗ്രം എന്നാണ് പറയണത്, പക്ഷെ ശ്ലോകത്തിൽ ശാഖാഗ്രം എന്നാണ് പറയണത്. ശാഖാഗ്രം എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടില്ല. അതുകൊണ്ട് പാദാഗ്രം എന്ന് തന്നെ മാറ്റി നമ്മൾ വായിക്കേണ്ടതാണ്. ആദ്യം പദച്ഛേദം നോക്കാം. മഹീയസ തസ്യ മഹീരുഹസ്യ ശിര സമാരുഹ്യ ഹരി സലീലം നിപീഡ്യ പാദാഗ്രയുഗേന ശാഖാം തത സ വേഗേന ഖം ഉത്പപാത. ശാഖ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ശാഖ തന്നെയാണ് വരിക. ശാഖാഗ്രയുഗേന ശാഖാം നിപീഡ്യ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതായത് കാലുകൊണ്ട് ചവിട്ടി കുതിച്ചിട്ട് ചാടുക എന്നുള്ളതാണ്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വ്യാഖ്യാനത്തിൽ അത് ശരിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടായത്? സഹരി, ആ ഭഗവാൻ ഹരി, തഥ അതിനുശേഷം, അതായത് മരത്തിൻ്റെ മുകളിലെത്തി, മരത്തിനൊക്കെ ഒരു തളിര് വന്നതുപോലെയൊക്കെ തോന്നി. അതിനുശേഷം മഹീയസ, മഹീയസ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതായ അതിമഹത്തായിട്ടുള്ള, മഹീരുഹസ്യ ശിരസമാരുഹ്യ, ശിര സലീലം സമാരുഹ്യ, ആ വലിയ കടമ്പ് വൃക്ഷത്തിൻ്റെ, മഹീരുഹസ്യ, മഹീരുഹം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ് അർത്ഥം. ഇവിടെ കടമ്പ് വൃക്ഷം എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെയുള്ള ആ കടമ്പ് വൃക്ഷത്തിൻ്റെ ശിര, ശിര എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗം, തുഞ്ചത്ത് എന്നൊക്കെ പറയാം. അതിൻ്റെ ഏറ്റവും തലപ്പത്ത് പോയി നിന്നിട്ട് അവിടേക്ക് കയറിയിട്ട് സമാരുഹ്യ, എങ്ങനെയാ കയറിയത്? ഒരു വിഷമം ഉണ്ടായില്ല, ചാടി ഓടി കയറുകയാണ് ഉണ്ടായത്. അതാണ് സലീലം ആരുഹ്യ, വളരെ വേഗത്തിൽ ചടപടയെന്ന് മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പാദാഗ്രയുഗേന ശാഖാം നിപീഡ്യ, തൻ്റെ പാദാഗ്രഭാഗങ്ങളെ കൊണ്ട്, അതായത് ചവിട്ടി കുതിച്ച് നമ്മൾ ചാടുമ്പോൾ എങ്ങനെയാണ്? മുൻവശത്താണ് അമർച്ച കൊടുക്കുക. അതായത് വിരലുകളിൽ അമർച്ച കൊടുത്തിട്ട് ആദ്യം പിൻഭാഗം പൊക്കും, എന്നിട്ട് അങ്ങോട്ട് എടുത്ത് ചാടുക ചെയ്യുക. അതന്നെയാണ് ഇവിടെ പറയണത്. പാദാഗ്രയുഗേന, രണ്ട് പാദങ്ങളുടെയും അഗ്രഭാഗങ്ങളെ കൊണ്ട് ശാഖാം നിപീഡ്യ, ആ വെള്ളത്തിലേക്ക് ചാഞ്ഞ് അവിടെ നിന്ന് ചാടിയാൽ വേഗം വെള്ളത്തിലേക്ക് എത്തും എന്ന് തോന്നുന്നതായിട്ടുള്ള ഒരു ശാഖ, ആ ശാഖയിൽ അമർത്തി ചവിട്ടി കുതിച്ചിട്ട്, അതാണ് ശാഖാം നിപീഡ്യ വേഗേന ഖം ഉത്പപാത, വളരെ വേഗത്തിൽ ആകാശത്തേക്ക് എടുത്ത് ചാടി എന്നർത്ഥം. ആകാശത്തിലേക്ക് ചാടി എന്ന് പറയുമ്പോൾ പിന്നെ താഴത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് ആ വലിയ ഹ്രദത്തിലേക്കാണ്. അങ്ങനെ നേരെ കാളിയൻ്റെ ശിരസിൽ പോയിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം മരത്തിൻ്റെ മുകളിൽ കയറിയത്. അവിടെ നിന്ന്
വളരെ ശക്തമായിട്ട് കുതിച്ചിട്ട്, അതാണ് പാദാഗ്രയുഗേന ശാഖാം നിപീഡ്യ എന്നുള്ളതിന് മലയാളത്തിൽ അതാണ് നമുക്ക് അർത്ഥം പറയാൻ പറ്റുക. ചവിട്ടി കുതിച്ച് ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി കാളിയനെ കാണുന്നതൊക്കെ അടുത്ത ശ്ലോകത്തിലാണ്. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കദംബശാഖായ മുനോരഗസ്യ വിശോഷ്മണാമർമരിതാപി കാമം ആരോഹതഃ പങ്കജലോചനസ്യ പാദത്വിഷാ പല്ലവിതേ വരേജേ മഹീയസസ്തസ്യ മഹീരുഹസ്യ ശിരസ്സമാരുഹ്യ ഹരിസലീലം നിപീഡ്യ പാദാഗ്രയുഗേന ശാഖാം തതസ്സ വേഗേന ഖമുത്പപാത. ഉറപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചാൽ പിന്നെ സംശയമൊന്നുമില്ല. വേഗം തന്നെ മരത്തിൽ കയറി അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ശാഖയിൽ നിന്ന് നദിയിലേക്ക് എടുത്ത് ചാടി. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.